ഇപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം എന്തിനാണെന്നറിയാലോ? അസുഖം വരാണ്ടിരിക്കാനല്ല, അസുഖം വരും എന്തായാലും. സുഖമില്ല എന്നുള്ളത് കർമ്മത്തിലേർപ്പെടുന്ന ആരുടെയും ലക്ഷണമാണ്. അസുഖം വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സുഖമായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? സുഖമായിട്ടൊരു മൂലക്കിരുന്നിട്ട് ഒരു പണിയും ചെയ്യാണ്ടിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പ്രശ്നമുണ്ടാവും. ശരീരവും മനസ്സും പ്രാണനും ബുദ്ധിയും ആത്മാവും പല തലങ്ങളിൽ പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണേ എന്നാണ്. ഇതിനെയൊക്കെ ഹനിക്കുന്നതൊക്കെ മരണമാണ്. മാനസികമായ മരണം, ശാരീരികമായ മരണം. പ്രാണൻ പോകുമ്പോൾ മാത്രമൊന്നുമല്ല മരണം, ബുദ്ധിപരമായിട്ടും മരിക്കാം നമുക്ക്. ആത്മീയതയിൽ നിന്ന് ചാടി പുറത്തു പോകുന്നതും ആത്മീയമായിട്ടുള്ളൊരു മരണമാണ്. ആത്മജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നതിന് ഉണർവില്ല എന്നാണ് പറയുക. ഉണരുക എന്ന് പറഞ്ഞാൽ തന്നെ മരണത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ജനിക്കുന്നതാണല്ലോ, നമുക്ക് ഓരോ തോന്നൽ ജനനമല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും അത്തരം വിഘ്നങ്ങളൊക്കെ മാറി, വിഘ്നങ്ങൾ ഉണ്ടാവും, വിഘ്നങ്ങൾ മാറാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിഘ്നമായിട്ട് മാറേണ്ടതാണ്. ഒരു മൗണ്ട് ക്ലൈംബിങ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഹാർഷായിട്ടുള്ള സിറ്റുവേഷനും അയാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചാലഞ്ചിങ് ആയിട്ട് മാറും. അതിനാണല്ലോ പോകുന്നത്. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ളതാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവുക. അപ്പോൾ അതുപോലെ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കണമെന്നല്ല, ഭയം വരട്ടെ, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണേ എന്നാണ്. ഭരണഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാവുക എന്ന് പറഞ്ഞ അർത്ഥം ഭയം ഇല്ലാണ്ടിരിക്കുക എന്നല്ല. എൻ്റെ ആത്മജ്ഞാനം ആ ലെവലിലേക്ക് എത്തുമ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ലാതെ മാറ്റണേ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പൂജകളുടെയും തുടക്കം എന്ന് പറയുന്നത് ഗണപതിയാണ്. അതുകൊണ്ടാണ് ഈ തിരുമേനിമാരൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാം കൂട്ടി അങ്ങോട്ട് ചെല്ലാം. ഗണപതിയുടെ ധ്യാനത്തോടു കൂടിയാണ് സാധാരണ തുടങ്ങുന്നത്. എല്ലാ ആരെക്കുറിച്ചാണ് ശുക്ലാംബരധരം വിഷ്ണു? അതെ, എല്ലാ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇത് വിഷ്ണുവിനെ കുറിച്ചാണെന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഭൂമിയെ അർത്ഥമുള്ളൂ. വിഷ്ണു അല്ല, വിഷ്ണു എന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ പത്നി എന്നാണ് അർത്ഥം. അത് ഭൂമി ദേവിയാണ്. അങ്ങനെ ഉള്ള ഓക്കെ. അപ്പോൾ ആ ലോകത്ത് ജീവിക്കുന്ന എൻ്റെ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം, ശശിവർണത്തോടു കൂടിയുള്ള ചതുർഭുജത്തോടു കൂടിയുള്ള പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപശാന്തയെ. അത് ഗണപതി ഒരു വിഗ്രഹം മാത്രമായിട്ടല്ല കാണുന്നത്, ഗണങ്ങളുടെ, ഇന്ദ്രിയങ്ങളുടെ, ചിന്തകളുടെ ശക്തിയുടെ പതിയായിട്ട് കാണണം. അതിൻ്റെ അധിപനായ ഗണപതിയെ വന്ദിച്ചുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമവും തുടങ്ങുന്നത്. എല്ലാ പൂജകളുടെയും തുടക്കം എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടണേ എന്ന്. അത് പൂജ ചെയ്യുന്ന സമയത്ത് ഈ പൂജക്കൊരു വിഘ്നവും വരുത്താതിരിക്കണേ. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രത്തിലും സബ്ഡയറ്റി ഗണേശനും ഗണപതി ഹോമത്തോടു കൂടി എല്ലാ ക്ഷേത്രങ്ങളും കാലത്ത് തുടങ്ങുന്നത്. എൻ്റെ മനസ്സിനെയും ഇന്ദ്രിയത്തെയും ബോധാവസ്ഥയെയും ഏത് സമയത്തെയും കൃത്യമായിട്ട് നോക്കാനുള്ള സർവ വിഘ്നോപശാന്തയെ. മനസ്സ് ശാന്തമാക്കണം, ചിന്തകൾ ക്രമത്തിലാക്കണം, അഹങ്കാരം താഴ്ത്തിക്കെട്ടണം. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിഷമില്ലാതെ ധ്യാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചഞ്ചലമായ മനസ്സല്ല, അചഞ്ചലമായ മനസ്സുണ്ടാവും. അതിനുവേണ്ടി ആണ് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. വിഷ്ണു എന്നാണ്, വിഷ്ണു എന്നല്ല. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ തുടക്കം മനസ്സിലാവും. ഗണേശനെ ധ്യാനിച്ചുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ വേണ്ടത്
ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും. നമ്മുടെയൊക്കെ ഈ ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ് ബ്രഹ്മാവ് തരുന്നത്. ആ ബ്രഹ്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് ഈ സംശയം വരുന്നതും ചോദ്യങ്ങൾ ഉണ്ടാവുന്നതും. ക്രിയേറ്റീവ് ആവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ്. ആ വ്യക്തി അജ്ഞാനമാവുന്ന ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള മാർഗമുണ്ടാവും. അതാണ് ഗുരു എന്ന് പറയുന്നത്. അജ്ഞാനമാകുന്ന ഇരുട്ട്, അതാണ് ഗു. അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നതാണ് ഗുരുവിൻ്റെ ഗുണം. അത് ക്ലിയർ അല്ലാതിരുന്നാലും അജ്ഞാനാണ്. അതുകൊണ്ട് അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിട്ടുള്ള എൻ്റെ കണ്ണിൽ കാജൽ എഴുതിത്തരുന്ന ആളാണ് ഗുരു എന്നാണ്. ജ്ഞാന അഞ്ജന ശലാകയ എന്നാണ്. ജ്ഞാനമാകുന്ന അഞ്ജനം എഴുത്തരാണ്. അപ്പോൾ പണ്ട് ഭാരതത്തിൽ കന്മഷി ഉണ്ടായിരുന്നു കാട്രാക്ട് മാറ്റാനെന്നാണ്. തിമിരം എന്ന് പറഞ്ഞാൽ കാട്രാക്റ്റാണ്. അങ്ങനെ ഒരു അർത്ഥം അതിനകത്തുണ്ട്. സിമിലി സാധാരണ പ്രാക്ടീസ് ഉള്ളതാണല്ലോ കവികൾ എടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഥ കവിതയിൽ ഇടണമെങ്കിൽ ആ കാലത്ത് അഞ്ജനം എഴുതി മാറ്റാവുന്നതായിരുന്നു കാട്രാക്ട് എന്നർത്ഥം. തിമിരം എന്ന് പറഞ്ഞാൽ കാട്രാക്റ്റാണ്, അജ്ഞാനമാകുന്ന തിമിരം. അപ്പോൾ ഒന്നും ക്ലിയർ അല്ല, ക്ലിയർ വിഷൻ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഞാൻ ഇരുട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗുരു എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ മഹാമൃത്യുഞ്ജയം പഠിക്കാൻ ആ യാത്രയ്ക്കും എന്നെ ആരുടെ സഹായം വേണം? ഗുരുവിൻ്റെ സഹായം. അല്ലെങ്കിൽ നമുക്ക് പോവാം, പക്ഷെ അത് ഇരുട്ടിൽ തപ്പുന്നത് പോലെയാവും. ആ വഴി കാണിച്ചു തരണം. അല്ലെങ്കിൽ അലയടിച്ച് ഇങ്ങനെ ഇങ്ങോട്ടായിട്ട് എപ്പോഴാണ് വീഴുക എന്നുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ അനുഭവമാണ് പകർന്നു തരുന്നത് ഗുരുത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ട് നമുക്ക് അത് വേണമെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ പറയാ? എവിടുന്ന് തുടങ്ങുക? സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ഗുരു പരമ്പരകളോടുകൂടി ആണ് ചൊല്ലുക. തുടങ്ങുന്നത് ശങ്കരാചാര്യനാണ് നമ്മുടെയൊക്കെ ഗുരുക്കന്മാരുടെ ഗുരു. അപ്പൊ നമുക്കൊരു ഗുരുവിന്റെ ഗുരു ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ഗുരുവോ? അപ്പോൾ ആ ഒരു ക്രമത്തിൽ ചൊല്ലിയിട്ടാണ്, ആ പരമ്പരയെ കൂടി നമിച്ചിട്ടാണ് തുടങ്ങുക സാധാരണ. അതായാലും അതിന് എന്നെ ഇത് പഠിപ്പിച്ചതും എൻ്റെ ഗുരുവാണല്ലോ. അപ്പം ഏത് തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ഭജിക്കേണ്ടത് ഗുരു പരമ്പരകളെയാണ്. അത് ഉറക്കച്ചൊല്ലണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് പ്രഭാഷണത്തിന് പോകുമ്പോഴോ ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ ഉള്ളിലിങ്ങനെ ഉണ്ടാവും അത്. പിന്നെ ചെയ്യുന്നത്, ഇപ്പോൾ യഥാർത്ഥ പൂജാവിധികളുടെ ഭാവം ആണ് ഈ ചൊല്ലേണ്ടതെങ്കിൽ, മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ പൂജാവിധികളുടെ ഭാവത്തിലാണ് ആര് ചൊല്ലുക? ബ്രാഹ്മണന്മാർ ചൊല്ലുക. നമ്മളത് വേണമെന്നില്ല സാധാരണക്കാർക്ക്, പക്ഷെ അത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് തിരുമേനി ചൊല്ലുമ്പോൾ തിരുമേനി ആ ക്രമത്തിലാണ് ചൊല്ലുക. ഓക്കെ. അതുകൊണ്ട് ആചമനം ഉണ്ടാവും. ആചമനത്തിൽ സാധാരണ വിഷ്ണുവിനെയാണ് ആചമിക്കുക നമ്മൾ. ഭൂമി ദേവിയുടെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ, ഇതൊക്കെ കർമ്മമാണല്ലോ. ആ കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ, കർമ്മത്തിൻ്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാവങ്ങൾ, കേശവായ നമഃ, മാധവായ നമഃ, നാരായണായ നമഃ, ഏത് വിഷ്ണുവേ. ആചമനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ കൊടുക്കുന്ന ഒരു ഈ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു മനസ്സിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏത് തുടക്കത്തിൻ്റെയും ആത്മീയമായ ഒരു റീസ്റ്റാർട്ട് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഒരു ഏത് തുടക്കത്തിനും ഒരു ചാവിയിട്ട് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഈ പൂജകളുടെ ചാവി എന്ന് പറയുന്നതാണ് ശരിക്കും ആചമനം. ആ ആചമനം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ പൂജകൾക്കും, ഏത് പൂജ ചെയ്യുന്ന സമയത്തും ആചമനത്തിൽ നിന്നാണ് തുടങ്ങുക. നമ്മൾ ഈ ചാവി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ
അപ്പോൾ അത് ഒരു മനസ്സിനെ റീസെറ്റ് ചെയ്യാണ്. ഞാൻ എവിടുന്നോ വന്ന് ഇവിടെ എത്തി, അത് കൃത്യമായിട്ട് നമുക്ക് എന്താണെന്ന് ഒരു തുടക്കം കൊടുക്കുന്നത്. പ്രയർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിന് ഇക്വലൻ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഏത് കർമ്മത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അത് കേശവന് വേണ്ടിയിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ആചമനം ചെയ്യുമ്പോൾ സാധാരണ ഈ വെള്ളം കുടിച്ചിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാതെ, പൂജാരികൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് തീർത്ഥം പഞ്ചഭൂതങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെയാണ്. അത് ഭൂമി, ജലം, വായു, ആകാശം, സ്വാഹ പറഞ്ഞിട്ട് അടിക്കുന്ന പോലെ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പൂജാരികൾ പൂജ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ആചാരം. ആ ആചമനം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വാക്മന ചക്ഷുശ്രോത്രഘ്രാണ ചിഹ്വാരിതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. സപ്തശുദ്ധി ചെല്ലുന്നതും ആചമനത്തിൻ്റെ ഭാഗമാണ്. സപ്തശുദ്ധി ഡോക്ടർ TPS എൻ്റെ നിത്യശ്ലോകത്തിലുണ്ടത്. ആചമനം ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാണ്, ചുറ്റുമൊക്കെ ക്ലീൻ ചെയ്ത്, കുറച്ച് കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുന്നത്, ആ തീർത്ഥം കൊണ്ട് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാണ്. അത് മനസ്സുകൊണ്ട് ചൊല്ലിയിട്ട് ചെയ്യുന്നതാണ് സപ്തശുദ്ധി എന്ന് പറയുന്നത്. ഇതിന് പകരം അത് ചെയ്താലും മതി. സപ്തശുദ്ധി എന്ന് പറയുന്നത് ആത്മശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി. ഇത് ആർക്കാണ്? നമ്മൾ സാധാരണ വിഷ്ണുവിൻ്റെ പാദത്തിലാണ്, നാമത്തിലാണ് ഇത് ചെയ്യുക. അപ്പോൾ ശരീരം എന്ന് പറയുന്നതും മനസ്സ് എന്ന് പറയുന്നതും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള കഴിവ്, അതൊരു ക്ലീനിങ് പ്രോസസ്. ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് പ്രോസസ്. ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്. സപ്തശുദ്ധി ചൊല്ലിയാലും മതി. പക്ഷെ തിരുമേനിമാര് സാധാരണ സപ്തശുദ്ധി ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അവർ ഓൾറെഡി സ്ഥിരം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് സപ്തശുദ്ധി. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ യോഗ്യരാകുക. ശുദ്ധിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ആചമനം എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നേ അർത്ഥമുള്ളൂ. ക്ലീനിങ് പ്രോസസ്സ്. നമ്മളൊരു സ്ഥലത്ത് പഠിക്കാനിരിക്കുമ്പോൾ ടെക്സ്റ്റും ബുക്കും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരവസ്ഥയുണ്ടല്ലോ, ഒന്ന് ക്ലീൻ ആക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഈ പുണ്യാഹം ചെയ്യുന്നതും ഒക്കെ ആചമനത്തിൻ്റെ ഭാഗമാണ്. അത് പുണ്യാഹം ചെയ്യുന്നത് മാത്രമല്ല, എനിക്ക് എൻ്റെ ചുറ്റുമുള്ളതും എൻ്റെ പഞ്ചഭൂതങ്ങളെയും എൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുന്നതാണ് തുടക്കം. ഒരു പുതിയ തുടക്കം എന്നുള്ള അർത്ഥത്തിൽ, ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്. ഇതെല്ലാം മാനസപൂജ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. നമ്മൾ ഫ്ലവർ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലവർ വെച്ചു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് ദേവിയെ കുളിപ്പിച്ചു എന്നുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ഷവർ വിട്ടിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കുളിപ്പിക്കണമെന്നുണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഒരു വെള്ളം തെളിച്ചു കഴിഞ്ഞാലും അതിന് ഇക്വലൻ്റ് ആണ്. പിന്നെ സാധാരണ ചെയ്യാറുള്ളത് ഗായത്രി മന്ത്രം ചൊല്ലും. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രത്ത് കൺട്രോൾ എന്നുള്ള അർത്ഥം മാത്രമല്ല. ഞാൻ പറഞ്ഞ ഈ സപ്തശുദ്ധിയുടെ ഭാഗത്തിൽ ഇതെല്ലാം പെടും. മന്ത്രം മനസ്സിൽ പറയുന്നതല്ല, ഉറക്കെ പറയുമ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന സമയത്ത് ശ്വാസം ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ പ്രാണൻ എവിടെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാണായാമം എന്ന് പേരിട്ടത്. അത് ചൊല്ലുമ്പോൾ ഗായത്രി സഹിതം ചൊല്ലുന്ന സമയത്ത് മനസ്സും പ്രാണനും ഒരേപോലെ ശ്വാസക്രമത്തോടു കൂടി നമ്മൾ മന്ത്രം ചൊല്ലാൻ റെഡിയാവുകയാണ്. LKG പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഫോർവേഡ് വായിക്കുന്നത് പോലെ. അത് എല്ലാ പൂജകൾക്കും മുമ്പ് ഇത് എന്ന് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴേ ചൊല്ലുള്ളൂ എന്നില്ല. ഞാനതാ പറഞ്ഞത്, സപ്തശുദ്ധി ഇപ്പം ചൊല്ലുമെന്നല്ല, സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പം സപ്തശുദ്ധി പൂർണ്ണമായിട്ട് ചൊല്ലണമെങ്കിൽ കുറേ ഉണ്ട് ശ്ലോകം. അതൊരു മാധവായ, കേശവായ, നാരായണായ അത് ചൊല്ലുമ്പോഴത്തേക്ക് ഇതിന് ഇക്വലൻ്റ് ആയി എന്നുള്ളതാണ് ഒരു ഷോർട്ട്. നമ്മൾ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുക. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒന്നുകൂടി കൈ കഴുകുമല്ലോ. ഇപ്പോൾ കുളിച്ചതല്ലേ, പിന്നെ ഇപ്പം ഇതിനെ കൈ കഴുകണമെന്ന് വെച്ചാൽ അത് ശീലമായിപ്പോയി. അതുപോലെ സപ്തശുദ്ധി ചെയ്താലും തിരുമേനിമാരിത് ചെയ്യുമ്പോൾ മാധവായ സ്വാഹ, നമഃ ഇതൊക്കെ പതിവാണ്. അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അർപ്പിക്കുന്നത്, അവയാണ് ഞാൻ നമിക്കുന്നത് എന്നൊക്കെ നാം പറയാം.
അപ്പോൾ അതുപോലെ ഏത് യോഗശാസ്ത്രവും ഏത് പ്രാണായാമവും ഒരു യോഗി ചെയ്യുന്നത് പോലെയാണ് ഒരു പൂജാരി ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. പ്രാണായാമം എന്ന് പറയുന്ന ഏത് യോഗിയുടെയും ശ്വാസക്രമത്തിൻ്റെ ഭാഗമല്ലേ? അതുപോലെ ഒരു പൂജാരിയുടെ ക്രമത്തിൻ്റെ ഭാഗമാണ് ഗായത്രി ചൊല്ലുന്നത്. ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം. തത്ത് തൽ ഇത് രണ്ടും ഒരേപോലെയാണ്. സംസ്കൃതത്തിൽ തത്ത് എന്ന് പറയുന്നിടത്തും തൽ എന്ന് പറയുന്നിടത്തും ഒരേപോലെ ഉപയോഗിക്കാം. അപ്പോൾ ചില തൽ സവിതുർവരേണ്യെന്നും കേൾക്കാം, തത് സവിതുർവരേണ്യെന്നും കേൾക്കാം. രണ്ടും ശരിയാണ്. ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ദിയോ അവിടെ നിർത്തണം. ദിയോ യോ നഃ അല്ലെങ്കിൽ ദിയോ യോ നഃ അവിടെ നിർത്തിയിട്ടേ പ്രചോദയാത്ന്ന് ചൊല്ലാവും. ദിയോ യോ ന പ്രചോദയാത്ന്ന് ആവരുത് നിർത്തം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് സങ്കല്പമാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അത് ഓരോ പൂജാരിയും വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ സങ്കല്പം, പിന്നെ അത് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു പൂജാരി ചെയ്യുന്ന സമയത്ത്, ബിംബത്തിൽ ചെയ്യുന്ന സമയത്ത് ഗായത്രി മന്ത്രം ഉച്ചരിച്ച് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചൊല്ലുമ്പോഴാണ് ഈ സങ്കല്പങ്ങളൊക്കെ വേണ്ടത്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എന്താണ് സങ്കല്പം? ഞാൻ ദൈവത്തോടൊന്നും ആവശ്യപ്പെടുന്നൊന്നുമില്ല, അങ്ങേക്കെല്ലാം അറിയാം എന്നുള്ള അവസ്ഥയിലും മതി. ഓക്കെ. എന്തിനാണ് ചെയ്യുന്നത്? ദുരിത ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ നാരായണ പരം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം എത്തുമ്പോൾ പരമേശ്വരൻ്റെ അടുത്തെത്തി. ഓക്കെ. പരമേശ്വരനാണ് എൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. എൻ്റെ ഭാഗത്ത് ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ദുരിതം ക്ഷയിക്കണം. തദ്വാര അത് കൂടാതെ എന്ത് വേണം? വേണം. പിന്നെ ദീർഘായുസ് വേണം, ആരോഗ്യം വേണം, ഐശ്വര്യം വേണം. അകാല മൃത്യു എന്ന് പറഞ്ഞാൽ ഓരോ അസുഖവും അകാല മൃത്യുവാണ്. അതുകൊണ്ടുണ്ടാവുന്നതാണ് മൃത്യു. കാലമൃത്യു വരാം, വയസ്സായിട്ട് മരിക്കാന്നർത്ഥം. എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഇന്നലെ പോയി രാത്രി. ഇന്നലെ രാത്രിയാണ്. 94 വയസ്സായി. അകാല മൃത്യു അല്ലാതെ കാലമൃത്യു തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം തത്വത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട സർവരോഗ നിവൃത്തി, സർവാഭിഷ്ടി, ആ ദീർഘായുസ്, ഇതൊക്കെ നമുക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. ആയുസ് വേണം. ആയുസ് ആരോഗ്യവർദ്ധനം എന്നല്ലേ പറയാം. അതെ. ദീർഘായുസ് വേണം. അല്ലലുകളൊന്നും പാടില്ല. വളരെ സാർത്ഥകമായി ജീവിക്കാൻ സാധിക്കണം. രോഗമില്ലാണ്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് കരിഷ്യേ ഞാനിത് ചൊല്ലുന്നത്. ഞാൻ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പോലെ. എൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയാറില്ലേ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ക്ലിയർ ആണെങ്കിൽ എൻ്റെ ക്ലാസ് ക്ലിയറായി. എന്തിനാ ഇത് പഠിക്കണേ, എത്ര സ്കോപ്പ് ഉണ്ട് ഞാൻ ഈ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. ഈ കോൺട്രാക്റ്റുകൾക്കൊക്കെ മുമ്പ് ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ തീസിസ് എഴുതുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ഒക്കെ എഴുതും, അതുപോലെയാണ്. പിന്നെന്താ ഉള്ളത്? ഇത് സാധാരണ പൂജാരികൾക്ക് മാത്രം ബീജമന്ത്രങ്ങൾ ഉണ്ടാവും. ആ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ ഓരോ റൂട്ടുണ്ട്. അപ്പോൾ അതിൽ
ഏത് ഋഷിയാണിത് പറഞ്ഞത്, ഏത് ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത്, ഏത് മീറ്ററിലാണ് ഇത് വായിക്കേണ്ടത്, ഏത് ദേവതയുടെ ആണ്, ഏത് ബീജമാണ്, ഏത് ശക്തിയാണ്, ഏത് കീലകമാണ്, ഇതൊക്കെ മ്യൂസിക്കുകാർക്കാണ് നന്നായിട്ട് അറിയേണ്ടത്. കേട്ടിട്ടില്ലേ? കീലകം എന്ന് പറഞ്ഞ അർത്ഥം കൃത്യമായിട്ടുള്ള ഓരോ സംഭവം ചെയ്യുന്ന സമയത്തും അത് ഏത് തരത്തിലാണ്, ഏത് റൂട്ട് വെച്ചിട്ടാണ്, ഏത് ക്രമത്തിലാണ്, ഏത് രൂപത്തിലാണ്. ആണി കുറ്റി എന്നൊക്കെ പറയില്ല, അതിനെ കീല എന്ന് പറയാം. ഹിന്ദി വാക്കില്ലേ, അതേ സംഭവം തന്നെയാണ്. ഏത് മന്ത്രത്തിനും ഒരു കീലകണ്ടെന്ന് പറഞ്ഞാൽ അത് ദേവി മഹാത്മ്യത്തിലാണോ, അല്ല ഏത് സ്തുതിയിൽ നിന്നാണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ്, ഏതാണ് അതിൻ്റെ ബീജം, ഏതാണ് തുടക്കം, ഏതാണ് അതിൻ്റെ റൂട്ട്, ഏത് വിധിപ്രകാരമാണ്, ഏത് പെട്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഇതെടുത്തത്, അതിൻ്റെ സോഴ്സ് എന്താണ്, ഈ സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ആണിക്കല്ല് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ലോക്ക്, ചാവി, കീ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ആണി കിട്ടിയാൽ പിന്നെ പിടിച്ച് കെട്ടാം. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം. ഏത് ഋഷിയാണ്, വസിഷ്ഠനാണെങ്കിൽ വസിഷ്ഠൻ, അപ്പോൾ ഇവിടെ വസിഷ്ഠ ഋഷിയാണ്. ഏത് ഛന്ദസ്സാണ്, അനുഷ്ടുപ് ഛന്ദസ്സാണ്. വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ധാരണ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിലാണ് നമ്മൾ പറയാം. ഈ ക്രമമൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് കൃത്യം ചെയ്യാൻ 100 പ്രാവശ്യം 1000 പ്രാവശ്യം ചൊല്ലാം. ഇത് പൂജ ചെയ്യുന്ന വിധികളിൽ പറയുന്ന തരത്തിൽ തിരുമേനി അങ്ങനെ ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതിൽ ഛന്ദസ്, ഇപ്പൊ ഇന്ന ഛന്ദസ്സിലാന്ന് ഞാൻ പറഞ്ഞു, ഇന്ന ഋഷിയാന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ എല്ലാ ബുക്ക് വായിക്കുമ്പോൾ ഓതറുടെ പേര് പറയണം ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ വേണ്ട. നമുക്കിത് പഠിക്കണമല്ലോ, നമ്മൾ തിയററ്റിക്കലി പഠിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് പഠിച്ചിട്ട് ചെല്ലണം. പിന്നെ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ പറയണമെന്നില്ല. ബുക്ക് തുറന്നപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഓതറുടെ പേര് വായിക്കണം. ഓരോ ചാപ്റ്ററും വായിക്കുമ്പോൾ ഓതറുടെ പേര് പിന്നെയും വായിക്കണോ, ഫോർവേഡ് വായിക്കണോ? വേണ്ട. ഇതിലറിയണം അനുഷ്ടുപ് ഛന്ദസ്സാണ്. ഛന്ദസ് എന്നല്ലേ പറയാ? നിങ്ങളുടെ താളം ഛന്ദസ് വെച്ചിട്ടല്ലേ പറയാ? അപ്പൊ ഋഷി വേണമെങ്കിൽ പറയാം, വസിഷ്ഠൻ ആണ്. ആ അറിവാണല്ലോ നമുക്ക് ആവശ്യം. ഈ സംസ്കൃതം പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ഋഷിഹി ഛന്ദഹ എന്നൊക്കെ പറയാൻ പറയും. ശ്രീ മഹാമൃത്യുഞ്ജയോ രുദ്രോ ദേവത. പിന്നെ അത് ബീജമന്ത്രം പറയണോ? ബീജം ഞാൻ പറഞ്ഞില്ലേ, ഈ ബീജമന്ത്രം എന്ന് പറയുന്ന വിത്താണ്. ആ വിത്ത് നമ്മൾ അവിടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഹൗ എന്ന ബീജമന്ത്രമാണ്, ജും എന്ന് പറയുന്ന ശക്തിയാണ്, സ എന്ന് പറയുന്ന കീലകാണ്. അപ്പൊ അതാണ് ഈ തിരുമേനിയുടെ മന്ത്രത്തിൽ ജും എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് അവിടെ നിന്നാണ് ഈ തുടങ്ങുന്നത്. ഝും ശക്തി ഹൗം ബീജം സം സ കീലകം മഹാമൃത്യുഞ്ജയ പ്രീത്യർത്ഥേ ജപേ വിനിയോഗ. അപ്പൊ ഈ സ സ ഹ എന്ന് പറയുമോ? സ സ എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ മതി. സഹ എന്ന് പറയണ്ട, സ എന്ന് പറയാം. അതിലൊരു ഹ കൂടെ ചേർന്ന് വരുന്ന പോലെ സ എന്ന് പറയുമ്പോൾ ഹ ഉണ്ടല്ലോ അതിനകത്ത് സൗണ്ടിൽ. അതെ. പിന്നെ കരന്യാസം. കരന്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യത്തിനും നമ്മൾ പറയുമ്പോൾ ഇത് ഭൂമിയാണ്, ഇത് വെള്ളമാണ്, ആ ക്രമത്തിൽ വെള്ളം നിൽക്കണമെങ്കിൽ താഴത്ത് ഭൂമി വേണമല്ലോ. ഏറ്റവും താഴത്തേത് ഭൂമിയാണ്, പഞ്ചഭൂതം അങ്ങനെയാണ് വരിക. അതിന് തൊട്ട് മുകളിലാണ് എന്തുള്ളത്, വെള്ളമുള്ളത്. വെള്ളത്തിൻ്റെ മുകളിലാണ്. ഇപ്പം വെള്ളം ഒഴിച്ചാലും വെള്ളം പോയി അതിൻ്റെ മുകളിലല്ലേ വായു നിൽക്കുള്ളൂ. തീ കൊളുത്തിയാൽ വായുവിൻ്റെ മുകളിലേക്കല്ലേ അഗ്നി പോവാ. പിന്നെ ആകാശം. ആ ക്രമത്തെ പഠിച്ചാൽ ഇത് ലോജിക്കലി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം.
പൃഥ്വത്തേജോ വായു ആകാശം. ഓക്കെ. അപ്പൊ അത് ഓം ഹൗം അങ്കുഷ്ടാഭ്യാം നമഃ പറയണമല്ലോ. നമ. നമഃ. ഓം ഈ പ്രൊനൗൺസിയേഷൻ നമ്മളിപ്പം കേരളം വിട്ട് തമിഴ്നാട് വിട്ട് ആന്ധ്രയിലെത്തി ഗുജറാത്തിലെത്തി കൽക്കട്ടയ്ക്ക് എത്തുമ്പോൾ ഒക്കെ ഹാ എന്ന് പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് മാറും. ഇതിലേതാ കറക്റ്റ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? പക്ഷെ കേരളത്തിൽ പറയുന്ന സമയത്ത് നമഃ എന്ന് പറയും അവർ. ഇവിടെ ആന്ധ്രയിൽ നമ എന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്. ഗുരു കൃത്യമായിട്ട് പറയും. ഓം ഹം അങ്കുഷ്ടാഭ്യാം നമഃ, ഓം ജും തർജന്യാഭ്യാം നമഃ, ഓം സഹ അങ്ങനെ ചൊല്ലുക. മധ്യമാഭ്യാം നമഃ, ഓം ഹും അനാമികാഭ്യാം നമഃ, ഓം ജും കനുഷ്ഠികാഭ്യാം നമഃ എന്ന് പറയും. ഓം സഹ കരതല കരപൃഷ്ഠാഭ്യാം നമഃ. ഓക്കെ. ഞാൻ കേരളത്തിന്റെ വഴി തന്നെ പോകും. അല്ലെങ്കിൽ നമ്മളൊരു വഴിയാവും. ഒരു വഴിയാവും. കൺഫ്യൂഷൻ അടിച്ചു. ഓക്കെ. അംഗന്യാസം. കരന്യാസം, അംഗന്യാസം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം, തല, കണ്ണ്, കവചം, ശസ്ത്രം എല്ലാത്തിനെയും അത് ഈ പൂജാരി ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇത് ഓരോന്ന് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അത് തൊടുന്നത് ഇത് എൻ്റെ ഹൃദയം, എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ വാക്കുകൾ, എൻ്റെ എല്ലാ ശസ്ത്രാസ്ത്ര സംഭവങ്ങളും, എൻ്റെ മനഃശക്തി എല്ലാം സ്ഥാപിക്കുകയാണ് ഞാനിവിടെ. അതെല്ലാം സറണ്ടർ ചെയ്യാണ് ഭഗവാന്. എന്നുവെച്ചാൽ ശരീരമല്ല, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ദൈവികമായ ക്ഷേത്രത്തിന് തുല്യമാണല്ലോ. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്നത് ശരീരമാകുന്ന ഈ ബോഡിയുടെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്ന ഒരു അസ്ത്രമായിട്ട് കരുതണം. അത്രയും പവർഫുൾ ആവണം എൻ്റെ മന്ത്രം എന്നാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഹൃദയായ നമഃ, ഓം ഹോം ഹൃദയായ നമഃ, ഓം ജും ഹൗം ഹൗം ഹൃദയായ നമഃ, ഓം ജൂം എന്താണത് ശിരസേ സ്വാഹ, ഓം സഹ ശിഖായൈ വഷട്ട്. ഇപ്പൊ ശിഖയൊന്നുമില്ല നമുക്ക്. ശിഖ കെട്ടുമ്പോഴാണ് അത് തല എന്നുള്ള അർത്ഥം അല്ല. ശിരസ് കഴിഞ്ഞാൽ പിന്നെ ശിഖയുണ്ട്, നമുക്ക് ആ ശിഖയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള ബ്രാഹ്മണന്മാർക്ക് പോലും ബാധകമല്ല. അത് അവർക്കൊന്നും ശിഖയില്ല. അല്ലെങ്കിൽ തിരുമേനിക്കൊക്കെ ശിഖ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ അവസാനം കണ്ടിട്ടുള്ളത് തിരുമേനിക്കാണ്. അത് ഇവിടെ വന്നാൽ ഇല്ലല്ലോ. ഇവിടെ എല്ലാവരും ഫുൾ മൊട്ടയടിച്ചിട്ടാ പുറത്തുള്ളവരൊക്കെ. ശിഖയുണ്ട്, അത് കുറച്ചുണ്ടാവും. പേരിൽ ഒരു നൂല് വെക്കും. ഓം ഹൗം കവചായ ഹും, ഒരു കവചമാണ്, എൻ്റെ പ്രൊട്ടക്ടർ. ഓം ജും പിന്നെന്താണ്? ഓം നേത്രത്രായ വഷം. രണ്ട് കണ്ണും ശിവന്റെ മൂന്നാമത്തെ കണ്ണ്. അത് എൻ്റെ തൃക്കണ്ണ്, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ പറയാറില്ലേ ഉള്ളിലുള്ള ഫിലോസഫിക്കലായിട്ട് കാണാനുള്ള കഴിവ്. അതാണ് എൻ്റെ യഥാർത്ഥ കഴിവ്. ആ കണ്ണാണ് എനിക്ക് വേണ്ടത്. സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ കാണാനുള്ള കഴിവ് എനിക്കുണ്ടാവും. ഓം സഹ അസ്ത്രായ ഫട്ട്, ഭുർഭുവസ്വഹ വരോ ഇതി ദിഗ്ബന്ധഃ. എല്ലാ ഈ ക്ഷേത്രങ്ങളുടെയും ഈ ഭൂമിയുടെയും ഒരു ഷോർട്ട് ഫോമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അതേ അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ ഈ ദിക്കുകളൊക്കെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ സജീവമാക്കി ദൈവികമാക്കി അതുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. ദിഗ്ബന്ധഃ. എല്ലാ ദിക്കും, പഞ്ചഭൂതങ്ങൾ പറഞ്ഞു, ഇനി ദിശകൾ പറഞ്ഞു, അതൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ റെഡിയാക്കി നിർത്തി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത സ്റ്റെപ്പ് ധ്യാനം, ധ്യാനിക്കാൻ വേണ്ടിയിട്ട്.
ഹസ്താംഭോജ യുഗസ്ഥ കുംഭ യുഗാദ്യു യുഗാദു ധൃത്യ തോയം തോയം ശിരഃ സിഞ്ചന്തം കരയോര്യുഗേന ദധതം സ്വാംഗേ സകുംഭൗ കരൗ അക്ഷസ്രക് മൃഗഹസ്തമംബുജഗദം മൂർധസ്ഥചന്ദ്രസ്ഫുരത് പീയൂഷാർദ്ര തനും ഭജേ സ ഗിരിജം ത്രയംബകം മൃത്യുഞ്ജയം. ഇതില് മഹാദേവനെയാണ് ധ്യാനിക്കുന്നത്. ആ അമൃത് ഒഴിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ മഹാദേവന്റെ അമൃത് ഒഴിക്കുന്ന ഒരു രൂപമുണ്ട്. ആ വിഷത്തെ അമൃതാക്കി മാറ്റി ഭൂമിക്ക് കൊടുക്കുന്ന മഹാദേവൻ, ഏത് ദുഃഖത്തെയും അറിവിനെയും ഒക്കെ നന്നാക്കി മാറ്റാൻ പറ്റുന്ന മഹാദേവൻ, ആ അവസ്ഥയിലുള്ള ഭയത്തെ ഇല്ലാതെയാക്കി ശക്തിയാക്കി മാറ്റിത്തരാൻ പറ്റുന്ന മഹാദേവൻ, ആ ഭഗവാനാണ് നമ്മളിവിടെ കാണുന്നത്. ചന്ദ്രസ്ഫുരത് പീയൂഷാർ, ഏത് കുംഭമാണ്? ഹസ്താംഭോജ യുഗസ്ഥ കുംഭ യുഗളാ ദുധൃത്യ ശിരഃ. ആ അമൃത് ഇങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ തലയിൽ നിന്നിങ്ങനെ എടുത്തൊഴിക്കുന്ന പോലെ, ഗംഗ താഴ്ത്തു വീഴുന്നത് പോലെ. കിഞ്ചനം കരയോരുഗേന ദധതം സ്വാംഗേ. മൃഗഹസ്തമംബുജഗദം മൂർധസ്ഥചന്ദ്രസ്ഫുരത് പീയൂഷാർദ്രതനും ഭജേ സ ഗിരിജം ത്രയംബകം മൃത്യുഞ്ജയം. സകുംഭൗ കരോ എന്നാണ്. എൻ്റെ കൈകൊണ്ട് ആ കുംഭം. ആരുടെ കൈകൊണ്ട്? ശിവന്റെ കൈകൊണ്ട്. ആ ശിവനെയാണ് ഞാനിവിടെ മൃത്യുഞ്ജയനായ ഭഗവാനായിട്ട് കാണുന്നത്. അത് ആ എല്ലാ ദുഃഖങ്ങളും എങ്ങനെയാണോ ശിവൻ വിഷത്തെ ഒരു കുംഭത്തിലൂടെ നമുക്ക് തരുന്ന സമയത്ത് അമൃതാക്കി മാറ്റിയത്, ഭയത്തെ എങ്ങനെയാണോ ശക്തിയാക്കി മാറ്റുന്നത്, നമുക്കതാണല്ലോ വേണ്ടത്. ഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നമ്മൾ എന്താക്കിയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റണം? ശക്തിയായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള അമൃതാണ് ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ്, ഇതെല്ലാ പൂജകൾക്കും ഉണ്ട്. എല്ലാ പൂജകൾക്കും ശരിക്കും പറഞ്ഞാൽ മൂലമന്ത്രം മാത്രമേ വേണ്ടൂ. അതിനു മുമ്പുള്ള ഒരുക്കുകൂട്ടലും ഇൻട്രൊഡക്ഷനും. ഇപ്പം ഡാൻസ് കളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാട്ട് പാടുന്നതിന് മുമ്പ് ഇത് എഴുതിയ ആള് ഇന്ന രാഗം, ഇന്ന കോണ്ടെക്സ്റ്റ്, ഇന്ന കഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയല്ലോ. അതുപോലെയാണ് ഇത്രയും സമയം പറഞ്ഞത്. അപ്പം ഇതിൻ്റെയൊക്കെ എവിടുന്ന് തുടങ്ങുന്നു, എന്താണ് ബീജം, ഈ ലോകത്തെ എല്ലാത്തിൻ്റെയും ഭാഗമാണെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. ആ വിഷ്വലൈസേഷനെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഭഗവാന്റെ സറണ്ടർ കൊടുത്തിരിക്കുന്നു നമ്മൾ. ഇനിയിപ്പം ശിവനെ പ്രാർത്ഥിക്കുമ്പം വിഷ്ണുവിനൊരു തോന്നണ്ട മോശം. അതുകൊണ്ട് ആദ്യം തന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു, ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ചു, പിന്നെ ഗണേശനെയും പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് യഥാർത്ഥമായിട്ടുള്ള മൂലമന്ത്രത്തിലേക്ക് എത്താം. അത് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. ഇതേ വേണ്ടൂ. ഇതൊരു 1000 പ്രാവശ്യം, 10,000 പ്രാവശ്യം, 1,00,000 പ്രാവശ്യം, കോടിക്കണക്കിന് ചൊല്ലിയിട്ടുണ്ടാവും ഞാനൊക്കെ. ഈ ഒരു മൂലമന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാലും മതി എന്നർത്ഥം. ഏതെങ്കിലും 1-2 പ്രാവശ്യമൊക്കെ ഗുരുവിൻ്റെ അടുത്ത കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ട് ഞാൻ. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ആദ്യമല്ലേ വായിക്കുള്ളൂ. പിന്നെ ബുക്ക് എല്ലാ ചാപ്റ്ററും വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ.
അപ്പൊ തിരുമേനി പറഞ്ഞത് അത് അങ്ങനെ അത് പറഞ്ഞാലും കുഴപ്പമില്ല. അതിനകത്ത് മൂല ഇല്ല, ചെല്ലാം. ഞാൻ പറഞ്ഞ എല്ലാ പ്രാവശ്യവും ബുക്ക് തുറക്കുമ്പോൾ ഇൻട്രൊഡക്ഷനും ഓതറയൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അതെനിക്ക് പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യമില്ല. എൻ്റെ സങ്കല്പത്തിൽ ഇതുണ്ടായാൽ മതി. എൻ്റെ ആവശ്യം സങ്കല്പത്തിൽ ഇതൊക്കെ ഉണ്ടാവണം എന്ന് വരുത്താനാണ്. ഇപ്പം എന്നെ ഇന്നാളാണ് എന്നെ കുറേ നാൾ ചൊല്ലണം, കുറേ നാൾ ഇതൊക്കെ ഇയാളാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതാണ് മൂലം. ഓം ത്രംബകം, അതിലും ത്രംബകാണ് വരുന്നത്, 3 കണ്ണാണ്. ഏതാ ഈ 3 കണ്ണ്? 3 കണ്ണ് എന്ന് പറയുന്നത് 2 കണ്ണും തൃക്കണ്ണുമായിട്ട് കാണാം, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും അഗ്നിയുമായിട്ടും കാണും. സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒക്കെ. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഓം ജുംസ മാം പാലയ പാലയ മൃത്യോർ മോചയ മോചയ സ ജും ഓം അത് ഒന്നും കൂടി ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻസിന്റെ ഭാഗങ്ങൾ ഒന്നും കൂടി അടക്കം ഉറപ്പിക്കണം ഒരു ലൈൻ കഴിയുമ്പോൾ. ഓക്കെ. ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർ മുക്ഷീയ മാമൃതാന്ത്. ജ്ഞാനം, വിവേകം, അന്തർദർശനം എന്നൊക്കെ പറയും. ദർശനം എന്നാണ് ഇത്. ദർശനത്തിന്റെ കണ്ണാണ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും കണ്ണ്. ഈ കണ്ണുകളൊക്കെ എനിക്ക് ഉണ്ടാവണം. ആ കണ്ണൊക്കെ എനിക്ക് ഉണ്ടാവുമ്പോൾ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഭയം വരുത്തുന്നതിന് പകരം എനിക്ക് ധൈര്യം തരാൻ സാധിക്കും. പിന്നെ ശാന്തി പാഠം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. ഇനി എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാനിത് ചെയ്ത് എനിക്ക് ഒരു സെൽഫിഷ് ആയിട്ടൊന്നും തോന്നണ്ട, എല്ലാവർക്കും ഉള്ളതും കൂടി ഇരുന്നോട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. പിന്നെ സമർപ്പണം. കായേന വാചാ മനസേന്ദ്രിയേണ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പണം. ഇതെല്ലാം ആരുടെ കയ്യിലാണ്? നാരായണന്റെ കയ്യിലാണ്. എൻ്റെ വാക്കുകൊണ്ടോ കായേന കൈകൊണ്ടോ എൻ്റെ ശരീരം കൊണ്ടോ ഇത് ചെയ്യുന്നപ്പോഴൊക്കെ ഇത് ചെയ്യേണ്ടതാണല്ലോ, കരന്യാസവും അംഗന്യാസൊക്കെ. അതറിയാണ്ട് ഞാൻ വല്ല തെറ്റും ചെയ്താൽ, വാച എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഇത് ചൊല്ലുന്ന സമയത്ത് ഞാൻ ഈ വസിഷ്ഠനെ ആലോചിക്കുന്നതിന് പകരം വേറെ പിന്നെ ആരെങ്കിലുമൊക്കെ ആലോചിച്ച് പോയാലും ഓക്കെ, അങ്ങനെയൊക്കെ തോന്നിയാൽ, ബുദ്ധിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു പോയാൽ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് പോകും. ഇതൊക്കെ ഈ സ്വഭാവത്തിലൊക്കെ എനിക്ക് പ്രകൃത്യാ സ്വഭാവമായി ഏതെങ്കിലും ഇത്തരം തോന്നലുകളിൻ്റെ അഹങ്കാരം കൊണ്ടോ ഒക്കെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതൊക്കെ അങ്ങയുടെ അബദ്ധമായിട്ട് കരുതിയാൽ മതി, എൻ്റെ അബദ്ധമല്ലാതെ. ഇതൊക്കെ കാരണക്കാരൻ അങ്ങാണ്, ഞാനല്ല. അതുകൊണ്ട് എന്നെ നല്ല ബുദ്ധി തോന്നിപ്പിക്കേണ്ടത് ആരുടെ കടമയാണ്? ഭഗവാന്റെ കടമയാണെന്ന്. അതിന് മുന്നേ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, മഹാമൃത്യുഞ്ജയ ഗായത്രി. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രഃ പ്രചോദയാത്. അത് കഴിഞ്ഞിട്ടാണ് ഓരോ ശിവന്റെ രൂപങ്ങൾ വ്യത്യസ്ത ഭാവത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റുകളിൽ തന്ത്രമുള്ള ആള് ആ ഭഗവാനെയും കൂടി ഇതിനകത്ത് ചേർക്കും. രുദ്രന്റെ നമ്മുടെ കുടുംബദേവതയും സ്നേഹിക്കുന്നു. എന്ത് ചെയ്യുമ്പോഴും നമുക്കത് ചെയ്യാമല്ലോ. ഇതിലൊക്കെ ആകെ പഠിക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ മരണഭയം രക്ഷപ്പെടാനല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ ദേവതയും എൻ്റെ കുടുംബ
ദേവതയൊക്കെ ആണെങ്കിൽ അവരെയും സ്മരിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഒരു അതാ ഞാൻ പറഞ്ഞത്, ഏത് തന്ത്രമാണോ ഏത് രൂപത്തിലാണോ ശിവൻ ഉള്ളത് ആ രൂപത്തിലുള്ള ശിവനെയും കൂടി പ്രാർത്ഥിക്കും തിരുമേനി. കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രം അവിടെയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബദേവതയോ പരദേവതയോ പ്രാർത്ഥിക്കുന്നത് ഇതിനിടയിൽ പ്രാർത്ഥിച്ചാൽ നല്ലതല്ലേ? അതായിരുന്നു അതിന്റെ സംശയം. പിന്നെ ഈ ഗായത്രിയിൽ പറഞ്ഞു മറ്റേ യോ യോ ഞാൻ പറയുന്നത് ശരിയാണോ? ദിയോയോന പ്രചോദ ന എന്ന് ചൊല്ലുമ്പോൾ നഹ ഉണ്ട് അതിനുള്ളിൽ, പക്ഷെ ഹ എന്ന് പറയില്ല എന്ന് മാത്രം. ദിയോയോന പ്രചോദയാത്.